ഒരുപക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ള കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ എത്ര ആയിരിക്കും ഭൂരിപക്ഷം എന്നുള്ളതായിരിക്കും UDF. പക്ഷേ അതേസമയം LDF പറയുന്നു നല്ലൊരു സ്ഥാനാർത്ഥി അവർക്ക് ദേശീയ തലത്തിൽ തന്നെ ശോഭയുള്ള ആനി രാജയെ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതേസമയം തന്നെയാണ് BJPക്ക് അവരുടെ സംസ്ഥാന അധ്യക്ഷനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ കിടപിടിക്കുന്ന രാഹുലിനോടൊപ്പം ഒരു ഫൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു തോന്നലിലേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് നമുക്ക് പൊതുവേ പറയാൻ കഴിയും. എന്തൊക്കെയാണ് മൂന്ന് ക്യാമ്പുകളിലെയും കണക്കൂട്ടലുകൾ? പ്രജീഷ്, രാഹുൽ ഗാന്ധിയുടെ ലീഡ് എത്രത്തോളം കുറയ്ക്കാൻ കഴിയും എന്നത് മാത്രമാണ് വയനാട്ടിലെ എന്തായാലും ചർച്ച. അല്ലാതെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയൊരു അട്ടിമറിയൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച ലീഡ് 4,31,000 വോട്ടിൻ്റെ ലീഡായിരുന്നു. അത് കുറയുമോ കൂടുമോ? അത് കൂടുമെന്നാണ് UDFിൻ്റെ അവകാശവാദം. പക്ഷേ LDF ഉറപ്പിച്ചു പറയുന്നു ആ ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവുണ്ടാവും. LDFിൻ്റെ കണക്കനുസരിച്ച് ആനി രാജ 3,60,000 വോട്ട് പിടിക്കും എന്നാണ് LDF അവകാശപ്പെടുന്നത്. BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ 1.5 ലക്ഷം വോട്ട് പിടിക്കുമെന്ന് NDA ക്യാമ്പും അവകാശപ്പെടുന്നു. കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളിക്ക് 78,000 വോട്ട് മാത്രമാണ് കിട്ടിയത്. അത് ഏതാണ്ട് ഇരട്ടിയോളമാക്കുമെന്നാണ് BJPയുടെ അവകാശവാദം. ഈ രണ്ട് അവകാശവാദങ്ങളും ശരിയാവുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഏതാണ്ട് 2-2.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ലഭിക്കുകയുള്ളൂ. പക്ഷേ ഈ അവകാശവാദങ്ങളൊക്കെ എത്രത്തോളം ശരിയാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം വയനാട് മണ്ഡലം ചരിത്രപരമായി തന്നെ 2014 രൂപീകരിച്ചത് മുതൽ ഇങ്ങോട്ട് UDFിൻ്റെ കോട്ട തന്നെയാണ്. അത് രാഹുൽ ഗാന്ധി വന്നതോടെ ആ ഭൂരിപക്ഷം 4 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് പോയി. ഇത്തവണയും രാഹുൽ ഗാന്ധിക്ക് വലിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫാക്ടർ മണ്ഡലത്തിലുള്ളതായി നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പ്രജീഷ് പറഞ്ഞതുപോലെ ആനി രാജ കരുത്തയായ സ്ഥാനാർത്ഥിയാണ്. മാത്രമല്ല അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മണ്ഡലത്തിൽ. നേരത്തെ തന്നെ മണ്ഡലത്തിലെത്തി ഓരോ പഞ്ചായത്തിലും ഒരു 5-6 തവണയെങ്കിലും ഇടത് സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്. ആളുകൾക്ക് അവരെ വളരെ ഇഷ്ടപ്പെടുകയും പലരും പറയുന്നത് എന്തിനാ അവർ ഈ മണ്ഡലത്തിൽ വന്ന് നിന്നു, അവർ ജയിക്കേണ്ട സ്ഥാനാർത്ഥി ആയിരുന്നു എന്നൊക്കെ നമ്മളോട് തന്നെ പലരും പങ്കുവെച്ചിട്ടുണ്ട്. അത്തരത്തിൽ വളരെ ഒരു സ്വീകാര്യത ആനി രാജയ്ക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്വീകാര്യത ഇനി ഒരു മാറ്റുരയ്ക്കാനുള്ള ഒരു അവസരം രാഹുൽ തന്നെ ഒരുക്കുമോ എന്നൊക്കെ നമുക്കറിയാം. കാരണം റായ്ബറേലിയിൽ കൂടി അദ്ദേഹം മത്സരിക്കുമ്പോൾ ഏതായിരിക്കും ഓപ്റ്റ് ചെയ്യുക രാഹുൽ ഗാന്ധി? വയനാടിനെ കൈവിട്ടുകൊണ്ട് വയനാട്ടിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം, ഒരു ബൈ ഇലക്ഷനുള്ള സാഹചര്യമൊക്കെ ഒരുക്കുമോ ജയിച്ചാൽ റായ്ബറേലിയിൽ എന്നൊക്കെ ഉള്ള കാര്യം കൂടി വയനാടിനെ സംബന്ധിച്ചോളം വളരെ പ്രസക്തമായ ദേശീയതലത്തിൽ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി അങ്ങനെ മാറുകയാണ്.